മാന്യ മഹാജനങ്ങളെ, ഇത് ബിഗ് ബോസ് ആണ്. അവിടെ എന്തും നടക്കും. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, സർപ്രൈസിങ് ആയിട്ടുള്ള, എക്സൈറ്റിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളും നടക്കും. അപ്പം ഇന്നലത്തെ പോലെ തന്നെ ഇന്നത്തെ 2 പ്രൊമോസ് ആണ് വന്നിരിക്കുന്നത്. ബിന്നിയുടെ കുത്തിത്തിരിപ്പ്. അതായത് ലാലേട്ടൻ പറയുന്നു നമുക്കൊന്ന് വിചാരണ, അല്ലെങ്കിൽ നമ്മൾ സ്വയം ഒന്ന് വിചാരണ നടത്താം എന്നൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ ഷാനവാസ് നെവിനോട് മാപ്പ് പറയുന്നു. നെവിൻ അതിന് മറുപടി പറയുന്നു. ബിന്നിയുടെ കുത്തിത്തിരിപ്പിനെ കുറിച്ച് സംസാരിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവർ 2 കഥാപ്രസംഗങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അക്ബറിന്റെ നേതൃത്വത്തിലും അനുമോളുടെ നേതൃത്വത്തിലും അവർ മനോഹരമായി തന്നെ അത് ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്ക് പ്രൊമോ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു രീതിയിൽ, ഒരു കഥാപ്രസംഗത്തിന്റെ രീതിയിലൊന്നും അല്ല വീരായപ്പന്റെ കഥാപ്രസംഗമൊക്കെ നമ്മൾ ചിരിച്ച് 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 മണ്ണ് തപ്പിയ കാലത്തെ അതൊക്കെ ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്. ഇടയ്ക്കെങ്കിലും ആരെങ്കിലും കേട്ടിട്ടില്ലാത്തതൊക്കെ എടുത്തൊന്ന് കേൾക്കുന്നത് ഭയങ്കര രസമാണ് കേട്ടോ. പൂവൻകോഴിയുടെ ഒരു രസമാണ് അതൊക്കെ. ആ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ ഞാൻ ഈ അടുത്ത കാലത്ത് അതെടുത്ത് കേട്ടു. ഭയങ്കര രസകരമായ ഒരു കഥാപ്രസംഗമൊക്കെയാണ്. ഒരിക്കലും നമുക്ക് വീരായപ്പനെ ഒന്നും അതിൽ നിന്ന് നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല അല്ലെ. അവരൊക്കെയാണ് ഇപ്പൊ അങ്ങനത്തെ കഥാപ്രസംഗക്കാര് ഉണ്ടെങ്കിൽ പോലും അത്ര ജനകീയമല്ല. ഒത്തിരിയൊന്നും നമ്മുടെ അമ്പലങ്ങളിൽ പോലും അങ്ങനെ കേൾക്കാറോ കാണാറോ ഇല്ല. പക്ഷെ ഇന്നിപ്പോ കഥാപ്രസംഗം അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പൊ ഇന്നലത്തെ പോലെ തന്നെ നമ്മളെ ചിരിപ്പിക്കുന്ന കുറേ മുഹൂർത്തങ്ങൾ അല്ലെ, അവർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്പർദ്ധയും വിദ്വേഷവും ഒക്കെ മാറ്റി നിർത്തുന്ന കുറേ മുഹൂർത്തങ്ങളുമായിട്ടാണ് ലാലേട്ടൻ വരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതിനിടയ്ക്ക് തന്നെ അതിന് മുമ്പത്തെ വീഡിയോയിൽ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്ന ഭാഗങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് എക്സൈറ്റിംഗ് ആയിട്ടുള്ള വീഡിയോ തന്നെ ഇന്ന് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. അപ്പം ഇന്നത്തെ വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യുക. എൻ്റെ ആശയങ്ങൾ എനിക്ക് തുറന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണുന്നത്. പ്രായം കൂടി എന്ന് വിചാരിച്ച് എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ ഇല്ലാതെ ഇരിക്കുന്നില്ലല്ലോ അല്ലേ. അപ്പം നമ്മുടെ വീട്ടിൽ അല്ലേ ആൻറ്റിമാരും അമ്മച്ചിമാരും ഒക്കെ ഉണ്ടാവും. അവർക്കൊക്കെ അഭിപ്രായങ്ങളില്ലേ, അതൊക്കെ നമ്മൾ കേൾക്കാറില്ലേ. അത്രയും ചിന്തിച്ചാൽ മതിയല്ലോ അല്ലേ. എനിക്കത്ര കൊണ്ടിട്ട് ഞാൻ പറയല്ല, എൻ്റെ ഭാര്യയ്ക്ക് മാത്രമല്ല എല്ലാവരുടെയും കാര്യം ഇങ്ങനെയൊക്കെയാണ്. പ്രായമാകും, ആ പ്രായത്തിൽ എത്തുമ്പോഴാണ് നമുക്ക് അവരെ അങ്ങനെ വിളിക്കുമ്പോഴുള്ള ഒരു വികാരം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതൊക്കെ ഒരു മാനുഷിക പരിഗണനയിൽ പരിഗണിച്ചാൽ മതി എന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി. എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ഒരുപാട് പേര് കാണുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നു. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതും എനിക്കും ഒരു സന്തോഷം കൂട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ വൈകിട്ടത്തെ എപ്പിസോഡ് കാണുക. എന്തൊക്കെ കാത്തിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയാം.